പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത 10 സാധനങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം സമ്പാദ്യമാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾ അവർ വളർന്ന് വലിയ നിലകളിലായി ജീവിതം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സാധിക്കാത്തത് അവർ സാധിക്കുന്നത് കണ്ട് നിർവൃതി അടയാനുള്ള ആഗ്രഹമാണ് നമ്മിൽ പലർക്കുമുള്ളത്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകാൻ പാടില്ല. അത് ദഹിപ്പിക്കാനുള്ള കഴിവ് അവരുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയത്തോടൊപ്പം ഒരു വിഷജീവി അതിൻ്റെ ദഹനരസങ്ങൾ കൂടെ കലർത്തിയാണ് തേൻ നമുക്ക് സമ്മാനിക്കുന്നത്. പ്രകൃതിയിലെ പൂക്കളിൽ നിന്ന് അത് ശേഖരിച്ചാൽ അത് തൻ്റെ കൂട്ടിൽ നിറച്ചു വെച്ച്, തേനറകളിൽ നിറച്ചു വെച്ച് നമ്മളത് പിഴിഞ്ഞെടുക്കുന്നു. ആ വിഷജീവിയുടെ, തേനീച്ച ഒരു വിഷജീവിയാണ്, ആ വിഷജീവിയുടെ വിഷസ്വാധീനം തേനിലുണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് അത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അലർജിക് റിയാക്ഷൻസ് വരാം, കരളിന് കേടുവരാം. അതേപോലെ കുട്ടികൾക്ക് ഒരിക്കലും നൽകാൻ പാടില്ലാത്തതാണ് പഞ്ചസാര. ഒരിക്കലും നൽകാൻ പാടില്ലാത്തതാണ് പഞ്ചസാര. അത് ചുരുങ്ങിയതൊരു 14 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ കുട്ടികളിൽ നിന്ന് പഞ്ചസാര മാറ്റിവയ്ക്കണം. അപ്പോൾ മുതിർന്നവർക്ക് കഴിക്കാവോ എന്ന് ചോദിക്കും. എല്ലിനും പല്ലിനും ബലം വേണമെന്ന് കരുതുന്ന ആരും തന്നെ പഞ്ചസാര ഉപയോഗിക്കരുത്. പലരുടെയും വിട്ടുമാറാത്ത നടുവേദന, കാൽമുട്ട് തേയ്മാനം, സന്ധിവാതം പഞ്ചസാര നിർത്തിയപ്പോൾ തന്നെ മാറിയ കഥകളുണ്ട്. ആശ്വാസത്തിലേക്ക് വന്ന നിരവധി ആളുകളുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾക്കൊരിക്കലും പഞ്ചസാര നൽകരുതെന്ന് അടിവരയിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എല്ലും പല്ലും വളരുന്ന ഘട്ടത്തിലാണ് കുട്ടികൾ. പഞ്ചസാര ദഹിക്കണമെങ്കിൽ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ശരീരത്തിൽ നിന്ന് മൊത്തം വലിച്ചെടുത്താലാണ് പഞ്ചസാരയ്ക്ക് ദഹനം സാധ്യമാകുക. മിഠായിയും ചോക്ലേറ്റും ഐസ്ക്രീമും ബേക്കറി സാധനങ്ങളും കഴിക്കുന്ന കുട്ടികളുടെ പല്ല് ദ്രവിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പുഴു തിന്നുന്നു എന്നാണ് പറയുക. പുഴുവിന് തലക്ക് വട്ടല്ലേ? ഇത്രയും കഠിനമായ പല്ല് തിന്നാൻ കൊച്ചിനെ തിന്നൂടെ എന്നാൽ പുഴുവിന്? പുഴു തിന്നുന്നതല്ല, പല്ല് ദ്രവിച്ചു പോകുന്നതാണ്. പല്ലിൻ്റെ ആരോഗ്യം ഉള്ളിൽ നിന്ന് കവർന്നെടുത്തത് കൊണ്ടാണ്. ഉണ്ടോ പഞ്ചസാരയും പഞ്ചസാര ചേർന്ന ഭക്ഷണ സാധനങ്ങൾ ഒന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. വീട്ടിൽ നിന്ന് പഞ്ചസാരയെ അടിച്ചോടിക്കാമെങ്കിൽ കുടുംബം രക്ഷപ്പെടും. ഞാനീ പറയുമ്പോൾ കുട്ടികളെല്ലാം ലോലിപോപ്പ്, ലവ്ലിപോപ്പ്, ലോലി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ കുട്ടികളുടെ പല്ല് ദ്രവിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന പാഷാണങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്തത് മൈദയും മൈദ ചേർന്ന സാധനങ്ങളുമാണ്. മൈദ അപൂർണമായൊരു സാധനമാണ്. ഗോതമ്പിൻ്റെ പുറത്തു നിന്നുള്ള തവിടെല്ലാം മാറ്റി ആട്ടയെടുത്ത്, റവയെടുത്ത്, അതിൻ്റെ ഉള്ളിലുള്ള എൻഡോസ്പേം, അല്പം മഞ്ഞ നിറത്തിലുള്ള ആ സാധനം, അതിനെ ബ്ലീച്ച് ചെയ്ത് മൈദയുണ്ടാക്കുമ്പോൾ അത് കുട്ടികൾക്ക് മലബന്ധത്തിന്, കുടലുകളുടെ പ്രവർത്തനത്തിന്, തടസ്സത്തിനെല്ലാം കാരണമാകും. മലബന്ധത്തിൽ നിന്ന് കഫവും, കഫത്തിൽ നിന്ന് ജലദോഷവും, നിങ്ങൾ ആ ജലദോഷത്തിന് മരുന്ന് കൊടുക്കുന്ന വിഡ്ഢിത്തം ചെയ്താൽ അലർജിയും ആസ്തമയും വിട്ടുമാറാത്ത പനിയും എല്ലാം നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകും. അതുകൊണ്ട് മൈദയും മൈദ ചേർന്ന സാധനങ്ങളും ഒരു കാരണവശാലും ആരും കഴിക്കരുത്, കുട്ടികൾക്കൊട്ടും കൊടുക്കരുത്. അതേപോലെ കുട്ടികളുടെ ഭക്ഷണത്തിൽ വെളിച്ചെണ്ണയല്ലാതെ മറ്റൊരെണ്ണകളും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് വനസ്പതി, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അതുപോലുള്ള എണ്ണകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണയാവാം, പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒലിവ് ഓയിലാവാം, നിങ്ങൾക്ക് വളരെ ബോധ്യമുള്ള തലമുറകളായി നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണകളാവാം. ആധുനിക എണ്ണകൾ ഒരു കാരണവശാലും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പാം ഓയിൽ,
വനസ്പതി ദഹിപ്പിക്കണമെങ്കിൽ വയറ്റിൽ 54 ഡിഗ്രി എങ്കിലും ചൂടുണ്ടാവേണ്ടതായിട്ട് വരും. അതല്ലാതെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. അത് രക്തത്തിൽ തകരാറുകൾ ഉണ്ടാക്കും, തലച്ചോറിൽ കല്ല്, 30ഓളം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ദഹനേന്ദ്രിയത്തെ, ദഹനശക്തിയെ, രോഗപ്രതിരോധ സംവിധാനത്തെ നശിപ്പിക്കാനും അവരെ ഇല്ലാത്ത രോഗങ്ങളിലേക്ക് തള്ളിവിടാനും വനസ്പതി പോലുള്ള എണ്ണകൾക്ക് സാധിക്കും. അതേപോലെ വറുത്ത കപ്പലണ്ടി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി, കപ്പലണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തി, എള്ള് അങ്ങനെയുള്ള സാധനങ്ങൾ അരച്ചു പാലാക്കി, ബദാം മിൽക്ക്, ജിഞ്ചില്ലി മിൽക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതും വളരെ കുറച്ച് മാത്രം. ഒരിക്കലും വറുത്ത കപ്പലണ്ടി, വറുത്ത കടല, നിലക്കടല അങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത്. കുട്ടികളുടെ ദഹനശക്തി അത്രയ്ക്കായിട്ടുണ്ടാവില്ല. അത് ദഹനക്കേടിന്, മലബന്ധത്തിന്, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനിക്ക്, കഠിനമായ പനി പോലും അതിലൂടെ ഉണ്ടാവാം. പ്രത്യേകിച്ച് കുട്ടികളുടെ വെള്ളം കുടി കുറവാണെങ്കിൽ കഠിനമായ പനി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6ാമത്തത് എണ്ണയിൽ പൊരിച്ച സാധനങ്ങളാണ്. വറുത്തത് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എണ്ണയിൽ പൊരിച്ച ഒരു സാധനവും കുട്ടികളുടെ അടുത്തേക്ക് പോകരുത്. കുട്ടികളുള്ള വീട്ടിൽ അത്തരം സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പുറത്തു നിന്നെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുന്ന സാധനങ്ങൾ നല്ലൊരു ശതമാനവും വറുത്ത് മൊരിച്ചവയാണ്. എന്തുകൊണ്ടാണ് എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്? എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കാർസിനോജനുകളാണ്. ക്യാൻസർ ഉണ്ടാക്കാൻ വളരെ വളരെ സാധ്യതയുള്ള സാധനങ്ങളാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ്. ആവർത്തിച്ച് വറുത്ത എണ്ണയാണെങ്കിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങുന്നത്, പാക്കറ്റിൽ വരുന്ന വറുത്ത സാധനങ്ങളൊക്കെ ഏതോ കാലത്ത് വറുക്കാൻ തുടങ്ങിയ അതേ എണ്ണയിൽ പുതിയ എണ്ണ കുറച്ച് ചേർത്തുണ്ടാക്കുന്നവയാണ്. അവ ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക്, ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. സുജീവിത പാചകം. ഡോക്ടർ MC സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ശ്രീലങ്കൻ വിഭവങ്ങൾ, തായ് വിഭവങ്ങൾ, ഓരോരോ രോഗങ്ങളെ മാറ്റുന്ന വിഭവങ്ങൾ എല്ലാമായിട്ട് 530 രൂപയാണ് ഈ പുസ്തകത്തിനായി നിങ്ങൾ അയക്കേണ്ടത്. ഓൺലൈനിൽ നേച്ചർ ലൈഫ് പ്രൊഡക്ട്സ് അതിൽ കയറി കഴിഞ്ഞാൽ പുസ്തകത്തിന് ഓർഡർ നൽകാം. 9496044503 അതിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റം വരുത്താൻ, നിരവധി രോഗങ്ങളെ ഒഴിവാക്കി ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യത്തെ നിലനിർത്താൻ ഈ പുസ്തകം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവ ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതുമാത്രമല്ല അപകടം, എണ്ണയിൽ വറുത്തു മൊരിച്ച സാധനങ്ങൾ കുട്ടികളുടെ വിശപ്പ് ഇല്ലാതെയാക്കും. അതുകൊണ്ട് വിശപ്പില്ലാത്ത കുട്ടികൾ രുചി കുറവായ സാധനങ്ങൾ, പോഷക ഗുണമുള്ള സാധനങ്ങൾ ഒട്ടും കഴിക്കാൻ തയ്യാറാകുകയുമില്ല. ഇങ്ങനെ 2 അപകടമാണ് അതിലൂടെ വരുന്നത്. 7ാമത് കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ലാത്തത് ചായയും കാപ്പിയും കോളകളുമാണ്. ചായയും കാപ്പിയൊക്കെ നല്ലതല്ലേ? നമ്മൾ കൊച്ചുകുട്ടിയെ വരെ കാലയിൽ ഇങ്ങനെ കിടത്തി കുടിക്കുമോളേ സ്പൂണിൽ കോരി വായിൽ വെച്ച് കൊടുത്ത് കുടിപ്പിക്കുകയല്ലേ, പുണ്യപ്പെട്ട സാധനമല്ലേ? കുട്ടികളുടെ മസ്തിഷ്കത്തെ, തലച്ചോറിനെ വരെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചായയും കാപ്പിയും കോളയുമെല്ലാം ഒരുതരം മയക്കുമരുന്നിൻ്റെ അതേ പാതയിലാണ്. മയക്കുമരുന്നുകൾ തന്നെയാണ്. പഞ്ചസാര ഇട്ടത് വേറെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ആന്തരാവയവങ്ങളിൽ ഷോക്കുണ്ടാക്കുന്ന, പ്രകമ്പനമുണ്ടാക്കുന്ന, അമിതാവേശമുണ്ടാക്കുന്ന ചായ കാപ്പി കോളകൾ കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. 8ാമത്തേത് ചിപ്സ്. അത് വറുത്ത് മൊരിച്ചതിൻ്റെ കൂട്ടത്തിലൊക്കെ വരുമെങ്കിലും ചിപ്സ് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം
അത് ഇപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ വളരെ വ്യാപകമായിട്ട് ഏത് ജംഗ്ഷനിൽ ചെന്നാലും 4 ബേക്കറി, അതിൽ ഏറ്റവും പ്രധാനമായി ചിലവാകുന്ന സാധനം ചിപ്സാണ്. പലതരം സാധനങ്ങളുണ്ട്. ആളുകളുടെ വിചാരം ഏത്തക്ക ചിപ്സ് അല്ലേ, ഏത്തക്കായല്ലേ, ഇത് ചക്ക ചിപ്സാണ്, ചക്കയല്ലേ, നല്ലതല്ലേ, അയ്യോ ഇത് കപ്പ ചിപ്സ്. നിങ്ങൾ വയറ് നിറച്ച് ഏത്തപ്പഴം തിന്നോളൂ, ആരോഗ്യമാണ്. പക്ഷേ ചിപ്സ് വയറ് നിറച്ച് തിന്നാൽ വിവരം അറിയും. ഏത്തക്കായ നിങ്ങളുടെ ഭക്ഷണമാണ്, ജീവനുള്ള ഭക്ഷണമാണ്. വേവിച്ച ഏത്തക്കായ, പുഴുങ്ങിയ ഏത്തക്കായ ജീവൻ നഷ്ടപ്പെട്ട മൃതഭക്ഷണമാണ്. അതരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന ചിപ്സ് പ്രേതഭക്ഷണമാണ്. കഴിക്കുന്നവരുടെ ആരോഗ്യം ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന, ജീവതേജസ്സിനെ കട്ടെടുക്കുന്ന കള്ളഭക്ഷണ സാധനമാണ്. ആ സാധനങ്ങളും കുട്ടികളുടെ വിശപ്പ് കെടുത്തും, മലബന്ധമുണ്ടാക്കും. അതിലെ എണ്ണ പല പ്രാവശ്യം ആവർത്തിച്ച് വറുത്തതാണെങ്കിലും നേരെ വറുത്തതാണെങ്കിലും ക്യാൻസറിൻ്റെ സാധ്യതയെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്ന മുതിർന്ന ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു 20, 30, 40 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ, കൊച്ചുകുട്ടിയിൽ തന്നെ വറുത്തതും മൊരിച്ചതും ചെല്ലുമ്പോൾ യൗവനത്തിൽ തന്നെ ആ കുട്ടികൾ ക്യാൻസർ രോഗികളാകാനുള്ള, ഉദര രോഗികളാകാനുള്ള, കരൾ രോഗിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 9ാമത് വരുന്നത് നമ്മുടെ പിശാച്, പിസ, ബർഗർ എന്ന് തുടങ്ങിയ ജങ്ക് ഫുഡ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 2 ബ്രെഡുകൾ, അതിൻ്റെ നടുക്ക് കുറച്ച് പേരിനുള്ള പച്ചക്കറികൾ, അതും ഉപ്പ്, ചിലതിൽ ഭയങ്കര മധുരം, ചിലതിൽ ഉപ്പും മധുരവും കൂടെ അകൃതം പിടിച്ച രീതിയിലാക്കിയിട്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ ഫാസ്റ്റ് ഫുഡുകൾ നിരവധിയായ രോഗങ്ങളാണ് കുട്ടികൾക്ക് സമ്മാനിക്കുക. ഒപ്പം വിശപ്പില്ലായ്മ, കഫക്കെട്ട്, ദഹനക്കേട്, പൊണ്ണത്തടി, പിന്നെ ജലദോഷം തുടങ്ങി, ആസ്തമ തുടങ്ങി, പ്രമേഹം, നേരത്തെ എത്തുന്ന പ്രമേഹം, പുറകെ ക്യാൻസർ. 10ാമത് കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് പാലും തൈരും അടങ്ങിയ ഡയറി ഉൽപ്പന്നങ്ങളാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പല പ്രാവശ്യവും വിശദീകരിച്ചിട്ടുണ്ട്. സ്വന്തം അമ്മയുടെ പാലാണ് കുട്ടിക്ക് വേണ്ടത്. സ്വന്തം അമ്മയുടെ ചേരുംപടിയുള്ള RNAയും DNA-യുമായി ചേരുംപടിയുള്ള ചേർച്ചയ്ക്ക് പകരം പശുവിൻ്റെ പാല് 6 മാസം കൊണ്ട് 150 കിലോ തൂക്കം വെപ്പിക്കാനുള്ള ഹോർമോൺ പവറുള്ള പശുവിൻ്റെ പാല് നിങ്ങളുടെ പാവം കുഞ്ഞിൻ്റെ ഗ്രന്ഥികൾക്ക്, ശരീരത്തിന് ചേരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പശുവിൻ്റെ പാല് കൂടുതൽ കുടിക്കുന്ന കുട്ടികൾക്ക് വലുതായി കഴിയുമ്പോൾ അസ്ഥി ഒടിവുകൾ വളരെ കൂടുതലാണെന്നുള്ള പഠനങ്ങൾ ധാരാളമുണ്ട്. പാല് കുടിക്കുന്ന പല കുട്ടികൾക്കും ലാക്ടോസ് ഇൻടോളറൻസ്, പാലിൽ നിന്നുള്ള അലർജി, ലോക ജനസംഖ്യയിൽ 60 തുടങ്ങി 70% ആളുകൾക്കാണ് ലാക്ടോസ് ഇൻടോളറൻസ്, പാലിനോട് അലർജിയുള്ളത്, പാലിനോട് വിയോജിപ്പുള്ള ശരീരമുള്ളത്. അവർ പാല് കുടിക്കുമ്പോൾ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, കഫക്കെട്ട് വർദ്ധിക്കുന്നു, ദുരിതമുണ്ടാകുന്നു, ദഹനേന്ദ്രിയം തകരാറിലാകുന്നു. അതിൻ്റെ എല്ലാം ചികിത്സകളുമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസും പൊണ്ണത്തടിയും അനാരോഗ്യവും ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും കരുത്തുള്ള ശരീരമുണ്ടാവാൻ, കുഞ്ഞിൻ്റെ രക്തമജ്ജ മാംസാദികൾ ഏറ്റവും നന്നായിരിക്കാൻ, കുഞ്ഞിൻ്റെ ദഹന സംവിധാനങ്ങൾ ഏറ്റവും നന്നായിരിക്കാൻ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലേക്ക് വരിക. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും, പ്ലാന്റ് ബേസ്ഡ് ഫാറ്റും, പ്ലാന്റ് ബേസ്ഡ് കാർബും, പ്ലാന്റ് ബേസ്ഡ് മിനറൽസും വൈറ്റമിൻസും ഏറ്റവും കുഞ്ഞിന് ചേരുന്നത് സസ്യലതാദികളിൽ നിന്ന് പ്രകൃതി തരുന്നതാണ്.
അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭക്ഷണം. ആ ഒരു വിവേകത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ അവിവേകം തുടരുന്ന നിങ്ങൾക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. നിങ്ങളും അവിവേകം തിരുത്തി വിവേകത്തിൻ്റെ ജീവിത രീതിയിലേക്ക് വരണം. കമൻറ്റുകൾ എഴുതണം, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമൊന്ന് അറിയിക്കണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ അമർത്തി ഹീലിംഗ് ഫുഡ്സ് TVയും നേച്ചർ ലൈഫ് കുട്ടി TVയും ഗാന്ധി പീസ് TVയും കൂടെ സന്ദർശിക്കണം. നന്ദി, നമസ്കാരം.